27 നക്ഷത്രങ്ങളുടെയും ദിവസഫലം. അതിൽ തന്നെ അശ്വതി നക്ഷത്രം. സാമ്പത്തിക നേട്ടം കൈവരിക്കും എങ്കിലും ചെലവുകൾ അധികരിക്കും. ആഗ്രഹങ്ങൾ സഫലീകരിക്കും. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം ശോഭനമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. അനീതിക്കെതിരെ പ്രതികരിക്കും. പ്രവർത്തനങ്ങളിൽ വിജയം നേടും. കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. പുതിയ പ്രണയബന്ധങ്ങളിൽ അകപ്പെടാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാര്യസാധ്യത്തിനായി ബന്ധുക്കളുമായി അടുപ്പത്തിലാകും. സാഹിത്യകാരന്മാർക്ക് അനുമോദനങ്ങൾ ലഭിക്കും. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം സ്ഥാപിക്കുവാൻ അവസരം ലഭിക്കും. ദാമ്പത്യ വിജയം സന്തോഷപ്രദമാകും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ദാമ്പത്യ കലഹങ്ങൾ ശമിക്കും. സന്താനങ്ങളുടെ മികച്ച പ്രകടനം സന്തോഷത്തിന് ഇടവരുത്തും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. നാളുകളായി സ്ഥലമാറ്റത്തിന് ശ്രമിച്ചിരുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അധിക ശ്രദ്ധ പുലർത്തണം. സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകൾ ശമിക്കും. ആരിലും മതിപ്പുളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കലാപരമായും സാഹിത്യപരമായും പ്രവർത്തിക്കുന്നവർക്ക് ധനസഹായം ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പല അനുകൂല സംഭവങ്ങളും ഉണ്ടാകും. അവിചാരിതമായി ബന്ധുജനങ്ങൾ സന്ദർശനം നടത്തും. കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും. മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികൾ ലഭിക്കും. കുടുംബപരമായി സ്വസ്ഥത വർദ്ധിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും നല്ല സഹകരണം ഉണ്ടാകും. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനുള്ള മാർഗങ്ങൾ തെളിയും. കുടുംബകലഹങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. കാലങ്ങളായി മനസ്സിൽ കൊണ്ടാടുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. യുവതിയുവാക്കൾ പ്രേമബന്ധത്തിൽ അകപ്പെടുന്നത് സൂക്ഷിച്ചു വേണം. അന്യരോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. രഹസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ വ്യവഹാരങ്ങളിൽ കൂടി തിരികെ ലഭിക്കും. സ്വന്തം കുടുംബ ബന്ധങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. പുതിയ സുഹൃത്തുക്കളെ കൂട്ടി വ്യവസായം തുടങ്ങുവാൻ പദ്ധതിയിടും. അടുത്തത് മകം നക്ഷത്രമാണ്. എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അവ പ്രകടിപ്പിക്കുവാൻ വേദികൾ ലഭിക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ജീവിത പങ്കാളിയുടെ രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറും. ഔദ്യോഗികമായ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഭക്തികാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. വാഹനങ്ങൾ വാങ്ങുവാനുള്ള പരിശ്രമങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കാരണം ശത്രുക്കൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കും. സഹോദരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. അടുത്തത് അത്തം നക്ഷത്രമാണ്. എല്ലാ കാര്യത്തിലും പ്രതീക്ഷിച്ചതിലും അധികം ധനച്ചെലവ് ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരും. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുവാൻ സാധിക്കുകയില്ല. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൈപ്പിടിയിൽ എത്തുമെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവ ഫലപ്രദമാവുകയില്ല. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബപരമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഏത് കാര്യവും വളരെ ആലോചനയോടുകൂടി മാത്രം ചെയ്യുക. അടുത്ത ബന്ധുക്കൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായുള്ള പിണക്കങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം അവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും. പ്രേമബന്ധങ്ങൾ വഴി മാനസിക ക്ലേശം വർദ്ധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. താമസ സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. വിവാഹകാര്യങ്ങൾ നീണ്ടുപോകും. കാര്യപുരോഗതിയിൽ നേരിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അനീതിക്കെതിരെ സംസാരിക്കുന്നത് വഴി കലഹങ്ങൾ ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ രീതിയിൽ പരിശ്രമിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. നിയന്ത്രണമില്ലാത്ത ചിലവുണ്ടാകുന്നത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വസ്തുവിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. വാഹന സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വേണ്ടപ്പെട്ടവർ മുഖേന മനക്ലേശത്തിന് ഇടയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും.
ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയും. സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിവരും. സന്താനങ്ങൾക്ക് തൊഴിൽ ലാഭം ഉണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാർത്ഥികളും യുവതി യുവാക്കളും പ്രലോഭനങ്ങളിൽ കുടുങ്ങി ലഹരി ഉപയോഗങ്ങളിൽ അകപ്പെടുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടും. വ്രത അപവാദങ്ങളിൽ നിന്നും കരകയറുവാൻ ശ്രമിക്കണം. പ്രതിസന്ധികളെ നന്നായി തരണം ചെയ്യേണ്ടതായി വരും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സാമ്പത്തിക വിഷമങ്ങൾ ശമിക്കും. വ്യവഹാര വിജയം നേടും. തൊഴിൽ രംഗത്ത് അധ്വാനഭാരം വർദ്ധിക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും. സുപ്രധാന പ്രമാണങ്ങളിൽ ഒപ്പിടേണ്ടി വരും. പൊതുജന സമൂഹത്തിനിടയിൽ ബഹുമാന്യത വർദ്ധിക്കും. വിദേശത്തു നിന്നും സാമ്പത്തിക സഹായങ്ങൾ കാര്യമായി ഉണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. അന്യ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് കരുതലോടെ വേണം. സ്ത്രീജനങ്ങൾക്ക് കുടുംബഭദ്രതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അലസതയും മടിയും വെടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഫലം ലഭിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ജീവിത പങ്കാളിയുമായി വഴക്കിടും. സന്താനങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമാണ്. കഴിയുന്നതും ജീവിത പങ്കാളിയുമായി മാനസിക അടുപ്പം പുലർത്തുവാൻ ശ്രമിക്കണം. ചിലർക്ക് കുടുംബ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ സമ്മർദ്ദം വർദ്ധിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കമിതാക്കൾ സുഹൃത്തുക്കളുടെ ചതിയിലും വഞ്ചനയിലും അകപ്പെടാതെ ശ്രദ്ധിക്കണം. മുതിർന്നവർ അവിഹിത ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പണമിടപാടുകളിൽ ജാഗ്രത പുലർത്തണം. സാമ്പത്തികം ചോർന്നു പോകാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ഇരുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയേക്കാം. അടുത്തത് ചതയം നക്ഷത്രമാണ്. പ്രവൃത്തി മാന്ദ്യം കൊണ്ട് തൊഴിൽ രംഗത്തു നിന്നും നിർബന്ധിത അവധിയെടുക്കേണ്ടി വരും. സൂക്ഷിക്കുക. സാമ്പത്തികപരമായ അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. മുറിവുകളും ചതവുകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രേമബന്ധങ്ങൾ കുടുംബത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുകയില്ല. ദാമ്പത്യ ജീവിതത്തിൽ അതൃപ്തി വളരും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഇഷ്ടപ്പെട്ടു വാങ്ങിയ വാഹനം വിൽക്കേണ്ട അവസ്ഥ വരാതെ നോക്കണം. അനാവശ്യമായ വിവാദങ്ങളിൽ അകപ്പെടരുത്. അനർഹരായ എതിർലിംഗത്തിൽപ്പെട്ട വ്യക്തികളെ സഹായിക്കുന്നത് കാരണം അപവാദങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ചിലർക്ക് ചതിവുകൾ പറ്റാം. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പിതാവിൽ നിന്നോ പിതൃസ്ഥാനീയരിൽ നിന്നോ ക്ലേശം ഉണ്ടാകും. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കാരണം പ്രയാസങ്ങൾ ഉണ്ടാകും. നിയമന നടപടികളെ നേരിടേണ്ടി വരും. ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. തൊഴിൽ നഷ്ടം വരാതെ നോക്കുക. അടുത്തത് രേവതി നക്ഷത്രമാണ്. അടുത്ത ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടാകും. ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം അനാരോഗ്യത്തെ ക്ഷണിച്ചു വരുത്തും. ഈശ്വരാനുഗ്രഹം കുറഞ്ഞ ദിവസമായിരിക്കും. പ്രണയകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ്. ചതിവുകൾ പറ്റാതെ ശ്രദ്ധിക്കുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.